നമസ്കാരം, എൻ്റെ പേര് രശ്മി വരുൺ. മാർക്കൻഡ വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷു കളക്ഷനുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എല്ലാം പവർ ലൂമിൽ വരുന്ന ഒരു മീഡിയം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റുന്ന റേഞ്ചിൽ വരുന്ന കുറച്ച് സാരീസാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ആദ്യത്തെ സാരി കണ്ടു നോക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. നമ്മൾക്ക് പവർ ലൂം ആണെങ്കിലും പ്യുവർ ഹാൻഡ്ലൂമിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു സാരിയാണ്. ടെമ്പിൾ പാറ്റേൺ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്റ്റൈലാണല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ വന്നിട്ടുള്ള സാരിയാണ്. സാരിയുടെ ബോഡി വീവിങ് നമുക്ക് വന്നിരിക്കുന്ന ടിഷ്യൂവിലാണ്. ടിഷ്യൂവിൽ ഫുള്ളായിട്ട് ആ ഒരു ഗോൾഡും ആ ഒരു ക്രീമും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ടിഷ്യൂവിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു പുൽക്ക പോലെയുള്ള പാറ്റേൺ നമുക്ക് ബോഡിയിൽ ഫുള്ളായിട്ട് വീവ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡേഴ്സിൽ നമുക്ക് താഴത്തെ ബോർഡർ അത്യാവശ്യം വിത്തുള്ള ബോർഡറാണ്, സ്കേർട്ട് ബോർഡർ ടൈപ്പിലാണ്. അതിൽ താഴമ്പൂ ടെമ്പിൾ പാറ്റേൺ ആണ് ഫുള്ളായിട്ട് വീവ് ചെയ്ത് വന്നേക്കുന്നത്. അതിന് പ്യുവർ ഹാൻഡ്ലൂം സാധാരണ വരുന്ന ഒരു ഹൈലൈറ്റ് ബോർഡർ ഉണ്ട്, യെല്ലോ കളറിൽ. ആ ഒരു ഹൈലൈറ്റ് ബോർഡറും ഇതിനകത്ത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. മുകളിൽ നമുക്ക് ബോർഡർലെസ് ആയിട്ടാണ് വരുന്നത്. അതിലും നമുക്ക് ആ ഒരു യെല്ലോ ഹൈലൈറ്റ് ബോർഡർ മാത്രം വരുന്ന പോലെയാണ് ഈ ഒരു സാരിയുടെ വീവിങ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പല്ലു ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലു നമുക്ക് ആ ഒരു ഹാൻഡ്ലൂം സ്റ്റൈലിൽ തന്നെയാണ് വീവിങ്. മൊത്തത്തിൽ കണ്ടല്ലോ ഒരു ഹാൻഡ്ലൂമിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഉള്ള സാരിയാണ്. അതിൽ കുറച്ച് കസവിൻ്റെ ലൈൻസ് അടുപ്പിച്ച് പോകുന്ന പോലെയാണ് പല്ലു ഫിനിഷ് ചെയ്ത് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് പൊതുവെ എല്ലാ പീസിലെയും പോലെ തന്നെ റണ്ണിങ് തന്നെയാണ് ഇതിലും ബ്ലൗസ് വന്നിട്ടുള്ളത്. സോ ഇങ്ങനത്തെ ഒരു കേരള സാരി ലുക്കിൽ വരുന്ന സാരി ആയതുകൊണ്ട് നമുക്ക് ഏത് കളേഴ്സിലെ ബ്ലൗസ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഈവൻ വൈറ്റോ അല്ലെങ്കിൽ യെല്ലോയോ ഇതിൻ്റെ റണ്ണിങ് ബ്ലൗസോ അങ്ങനെ ഏത് കളേഴ്സ് വേണമെങ്കിലും പെയർ ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. ആൻഡ് ഇനി പ്രധാന കാര്യം സാരിയുടെ പ്രൈസ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2800 റുപ്പീസാണ്. ഇന്നത്തെ കളക്ഷനിലെ നെക്സ്റ്റ് സാരി കണ്ടു നോക്കാം. ഇത് നമ്മളുടെ ലാസ്റ്റ് വിഷു സീസണിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സെല്ലായിപ്പോയി. വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് കൊണ്ടുവരാനും പറ്റിയില്ലായിരുന്നു. സോ ആ ഒരു സാരി വീണ്ടും വന്നിട്ടുണ്ട്. ഇത് മൾട്ടി കട്ടം പാറ്റേണിലാണ് ഈ ഒരു സാരി വരുന്നത്. ഇടവിട്ട് നമുക്ക് കുഞ്ഞു ചെക്ക് പാറ്റേൺ വരുന്നുണ്ട്. വൈറ്റും ഗോൾഡിൻ്റെയും ചെക്ക് പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രൈപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിലൊക്കെ ഫുൾ കട്ടം ചെക്സ് പാറ്റേൺ വരുന്ന രീതിയിലാണ് ടിഷ്യൂവും അതുപോലെ തന്നെ ഗോൾഡൻ സാരിയും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ബോർഡേഴ്സിൽ നമുക്ക് ഒരു 4 ഇഞ്ചസോളം വരുന്ന ഗോൾഡൻ കസവ് ബോർഡറാണ് സാരിയുടെ രണ്ട് സൈഡിലും വരുന്നത്. ആൻഡ് ഈ എല്ലാ സാരീസും ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ സാരീസും പവർ ലൂമിൽ വീവ് ചെയ്തിട്ടുള്ള സാരിയാണ്. ഒന്നും ഹാൻഡ്ലൂം അല്ല, എല്ലാം പവർ ലൂമാണ് വരുന്നത്. ആൻഡ് ഇതിനുള്ളിൽ പേപ്പർ ഉണ്ട്, അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ആൻഡ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിൽ നമുക്ക് ആ ഒരു ടിഷ്യൂവിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള ബ്ലോക്സ് ആണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസ് ഈ സാരിയുടെയും റണ്ണിങ് തന്നെയാണ് വരുന്നത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സാരീസിനെല്ലാം നമുക്ക് ഏത് കളേഴ്സിലുള്ള ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാം. സാരിയുടെ പ്രൈസ് വരുന്നത് 1480 റുപ്പീസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഭയങ്കര രസമുള്ളൊരു പാറ്റേൺ ആണ് ഈ ഒരു സാരി വരുന്നത്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ അതുപോലെ ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു സാരിയാണ്. അടുത്ത സാരി കാണാം. അടുത്ത സാരിയും ഒട്ടും തന്നെ മോശമല്ല, നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. എല്ലാ സീസണിലും നമുക്ക് കേരള സാരി എന്ന് പറയുമ്പോൾ സ്ട്രൈപ്സ് ഇല്ലാതൊരു കളിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ വർഷവും നമുക്ക് സ്ട്രൈപ്സിലുള്ള ഒരു സാരി വരുന്നുണ്ട്. ഇത് ടിഷ്യൂലാണ് വരുന്നത്. ടിഷ്യൂവിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ സെറി ലൈൻസ് വരുന്നതാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബോർഡേഴ്സ് ആണ് നമുക്ക് മൾട്ടി കളർ ബോർഡേഴ്സ് വരുന്നുണ്ട്. ഗോൾഡൻ കസവ് അതുപോലെ തന്നെ ഗ്രീൻ റെഡ് കളേഴ്സിലുള്ള കസവും കരയും പാറ്റേണിലാണ് ഈ ഒരു സാരിയുടെ ബോർഡേഴ്സ് വരുന്നത്. ഒരു 5 ഇഞ്ചസോളം വരുന്ന ബോർഡേഴ്സാണ് സാരിയുടെ രണ്ട് സൈഡിലും വരുന്നത്. ഇനി കാണിച്ചിരിക്കുന്ന എല്ലാ സാരീസും പൊതുവേ ഹാൻഡ്ലൂമിൽ വരുന്നതിൻ്റെ ഹാൻഡ്ലൂമിൻ്റെ റിപ്ലിക്കാന്ന് തന്നെ പറയാം. അങ്ങനത്തെ പ്യുവർ ഹാൻഡ്ലൂമിൻ്റെ റിപ്ലിക്കാസാണ് എല്ലാ സാരീസും വന്നേക്കുന്നത്. ആൻഡ് ബോർഡേഴ്സിൽ വന്നേക്കുന്ന ആ ഒരു ഹൈലൈറ്റ് കളേഴ്സും കസവും വരുന്ന പോലെയാണ് പല്ലുവിലും നമുക്ക് വീവ് വന്നിട്ടുള്ളത്. ഭയങ്കര രസമുണ്ട് കാണാൻ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് വീണ്ടും റണ്ണിങ് തന്നെയാണ്. ബട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ മെറൂണോ ഗ്രീനോ ഏത് കളർ വേണമെങ്കിലും പെയർ ചെയ്യാം. ഈവൻ ഗോൾഡ് ആണെങ്കിലും പെയർ ചെയ്യാം. ആൻഡ് സാരിയുടെ പ്രൈസ് വരുന്നത് 1650 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ വരുന്നത്. ആ ഒരു പ്യുവർ ഹാൻഡ്ലൂമിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ തന്നെ ആക്ച്വലി ഈ ഒരു സാരിക്കും കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ആക്ച്വലി ആ ഒരു കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷു കളക്ഷനിലെ നെക്സ്റ്റ് സാരി കണ്ടു നോക്കാം. വീണ്ടും നല്ല ഭംഗിയുള്ള സാരിയാണ്.
നല്ല കളക്ഷനാണ് ആക്ച്വലി ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ ഇതിൻ്റെ സാരിയുടെ ബോഡി ടിഷ്യൂ തന്നെയാണ് വന്നിട്ടുള്ളത്. ടിഷ്യൂവിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ സെറി ലൈൻസ് ആണ് വന്നിട്ടുള്ളത്. സ്ട്രൈപ്സ് അടുപ്പിച്ച് പോയേക്കുന്ന സ്ട്രൈപ്സ് വരുന്ന രീതിയിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഈ സാരീസിൻ്റെയൊക്കെ ഗുണം എന്താ വെച്ചാൽ ലൈക്ക് നമ്മളുടെ ടിപ്പിക്കൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കേരള സാരീസിൻ്റെ ലുക്ക് അല്ലാത്ത കാരണം നമുക്ക് കാഷ്വൽ ആയിട്ടും പിന്നീട് ഈ ഒരു ഓണം, വിഷു അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻസിന് അല്ലാതെ വെറുതെ വേണമെങ്കിലും ഉടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള സാരീസാണ്. ആൻഡ് ഈ ഒരു സാരിയിൽ ഫുള്ള് സ്ട്രൈപ്സ് വന്നിട്ട് ബോർഡേഴ്സിൽ നമുക്കൊരു 4 ഇഞ്ചസോളം വരുന്ന കസവിൻ്റെ ബോർഡേഴ്സാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഹൈലൈറ്റ് ആ ഒരു വൈറ്റ് കളറിലുള്ള ഹൈലൈറ്റും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. ഇതും ഭയങ്കര രസമുണ്ട് കാണാൻ. നമുക്ക് ആ ഒരു ടിഷ്യൂ ഫീല് തോന്നുന്ന രീതിയിലുള്ള സാരിയാണ്. ആൻഡ് ഇതാണ് പല്ലു വരുന്നത്. പല്ലുവിൽ നമുക്ക് തിക്ക് ആൻഡ് തിന്നായിട്ടുള്ള കസവിൻ്റെ ബ്ലോക്സ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് എല്ലാ സാരീസും പോലെ ഇതിൻ്റെയും റണ്ണിങ് തന്നെയാണ് ബ്ലൗസ് വരുന്നത്. എല്ലാം വിത്ത് ബ്ലൗസ് ആണ്, റണ്ണിങ് ആണ് വരുന്നത്. പിന്നെ ഇതുപോലുള്ള ടിഷ്യൂ കസവ് മാത്രം വരുന്ന സാരീസിൻ്റെ കൂടെ നമുക്ക് ഏത് കളേഴ്സിലുള്ള ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. ഈവൻ ചെക്സ്, പ്രിൻറ്റഡ്, എങ്ങനെ എന്ത് വേണമെങ്കിലും പെയർ ചെയ്യാം. 1208 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരി കേട്ടോ. ഇതും ജസ്റ്റ് നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരി കണ്ട് നോക്കാം. ഇത്രയും നേരം നമ്മൾ കണ്ടത് എല്ലാം ടിഷ്യൂവിലാണ് വന്നിരിക്കുന്നത്. ഇത് പ്യുവർ നമ്മളുടെ കോട്ടണിൽ വരുന്ന ഒരു സാരിയാണ്. പവർലൂം കോട്ടണിൽ വരുന്ന ഒരു സാരിയാണ്. ഈ ഒരു സാരി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റീലായിട്ട് നമുക്കൊരു കോർണർ വന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് പീസസ് ഉണ്ട്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ ഒരു സാരിയുടെ ബോഡി നമുക്ക് കോട്ടൺ ആണ് വരുന്നത്. കോട്ടൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സ്ട്രൈപ്സ് തന്നെയാണ് പോയേക്കുന്നത്. അതിൽ ഇടവിട്ട് നമുക്ക് ട്രയാങ്കിൾ പാറ്റേണും അതുപോലെ തന്നെ പോൾക്ക പാറ്റേണും വീവ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ബോർഡേഴ്സ് ആണെങ്കിലും ഭയങ്കര രസമുള്ള ബോർഡേഴ്സാണ്. ആ ഒരു കസവ് സ്ഥിരം കാണുന്ന ആ ഒരു കസവ് സ്റ്റൈലിലല്ലാതെ ഒരു പ്രത്യേക രീതിയിലുള്ള വീവിംഗ് ആണ്. ആൻഡ് അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വലിയ വലിയ പോൾക്ക പാറ്റേൺസിൻ്റെ വീവിംഗ് വരുന്ന പോലെയാണ് ഇതിൻ്റെ ബോർഡേഴ്സ് വരുന്നത്. ആൻഡ് ഹൈലൈറ്റ് യെല്ലോ ബോർഡറും സാരിയുടെ 2 സൈഡിലും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടാൽ പ്യുവർ ഹാൻഡ്ലൂം ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് ഇതും വന്നിരിക്കുന്നത്. ആൻഡ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിൽ നമുക്ക് ആ ഒരു ടെമ്പിൾ ആൻഡ് പുൽക്ക പാറ്റേൺസ് വെച്ചിട്ടുള്ള പല്ലു എഡ്ജിങ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ സരി ലൈൻസ് അടുപ്പിച്ച് പോകുന്നുണ്ട്. ആൻഡ് ബ്ലൗസ് പീസ് ഇതിൻ്റെയും റണ്ണിങ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഏത് കളേഴ്സ് വേണമെങ്കിലും ബ്ലൗസ് പെയർ ചെയ്യാം. ഈവൻ യെല്ലോ പെയർ ചെയ്താലും ഭംഗിയായിരിക്കും. പൊതുവേ കേരള സാരീസിൻ്റെ ഒരു ഗുണം അതാണ്. നമുക്ക് ബ്ലൗസ് എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം. ഗ്രീൻ, യെല്ലോ, ബ്ലൂ, റെഡ്, അങ്ങനെ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. മൾട്ടി കളർ ബ്ലൗസസോ അല്ലെങ്കിൽ കലംകാരി ബ്ലൗസസോ ഒക്കെ ഇട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഈ ഒരു സാരിയുടെ പ്രൈസ് നമുക്ക് വരുന്നത് 1850 റുപ്പീസാണ്. നമ്മളുടെ ഇന്നത്തെ കേരള സാരീസിൻ്റെ കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണിത്. ഇതിലേതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്കൊരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ബേക്കറി ജംഗ്ഷനിൽ നിന്നും വഴുതക്കാടേക്ക് പോകുന്ന 1 വേയിലാണ് നമ്മളുടെ സ്റ്റോർ വരുന്നത്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോസിലോ അല്ലെങ്കിൽ ലൈവിലോ കാണാം. താങ്ക്